ഹേമചാമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്നലെ ഇട്ട വീഡിയോ നമ്മൾ ഇന്ന് തമ്മിൽ എന്ന് വെച്ചാൽ മൊത്തത്തിൽ പണി കിട്ടിയതും പറഞ്ഞുകൊണ്ട് ഒരു തമ്മിലായിട്ടിരുന്നത്. അതിലുണ്ടായിരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് എനിക്കൊരു ജോലി കിട്ടി എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നലത്തെ വീഡിയോയിൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നലെ ആ വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് ചോദിച്ചു, ബ്രോ എന്ത് ജോലിയാണ് കിട്ടിയത്, ഏത് ജോലിയാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ കുറെ പേര് എന്നെ വിളിച്ച് ചോദിച്ചു. കാരണം കഴിഞ്ഞ വീഡിയോ നമ്മൾ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ കുറെ പേര് വിളിച്ച് ചോദിച്ചു. അപ്പൊ ഞാൻ കരുതി എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും 24,000 പേരുണ്ടല്ലോ, അതിൽ കുറച്ച് പേര് മാത്രമേ ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്നുള്ളൂ. കാരണം ഇടയ്ക്ക് വെച്ച് വീഡിയോ ഇടാതെയൊക്കെ വന്നപ്പോൾ, അതുപോലെ തന്നെ കണ്ടന്റ് ഇടയ്ക്ക് വെച്ച് മാറ്റിയപ്പോൾ എല്ലാം മൊത്തത്തിൽ പണി കിട്ടിയത് കാരണം കുറച്ച് പേരൊക്കെ വീഡിയോ കാണുന്നുള്ളൂ. എന്നാലും കാണുന്നവർക്ക് വേണ്ടി നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഏത് ജോലിയാണ് കിട്ടിയത്, എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നിരിക്കും. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ലൈക്ക് അടിക്കാനും സബ് അടിക്കാനും കമന്റ് അടിക്കാനും ഒന്നും പറയുന്നില്ല, നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് മറന്നുപോകാതെ എല്ലാം ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം. ചെങ്കളെ ഇപ്പൊ ഒരു ജോലി കിട്ടി. ഇതിന് മുമ്പ് ഞാൻ എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് ഈ വീഡിയോയിൽ അതും കൂടെ ഒന്ന് പറഞ്ഞു കേട്ടാ. ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ പണിക്കിറങ്ങിയതാണ്. അതായത് നമ്മുടെ ഒരു ചേട്ടന്റെ ഏർപ്പാടിൽ നമ്മുടെ നേമത്ത് ഒരു റെസ്റ്റോറന്റിൽ, ആന്തൽ ഗാർഡൻ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ നമ്മൾ അവിടുത്തെ എന്ന് വെച്ചാൽ ഫുഡ് എടുത്ത് കൊടുക്കണം, ടേബിൾ ക്ലീൻ ചെയ്യണം, അങ്ങനത്തെ ജോലിക്ക് നമ്മൾ പോയി തുടങ്ങിയതായിരുന്നു. പിന്നെ അതിനുശേഷം +1 ക്ലാസ് തുടങ്ങി, അങ്ങനെയൊക്കെ ഒന്നും പോകാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ നേരെ പെയിന്റിങ്ങിന് പോയി, പ്ലംബിങ്ങിന് പോയി, വയറിങ്ങിന് പോയി, ഇന്റർലോക്കിന്റെ പണിക്ക് പോയി, കെട്ട് പണിക്ക് പോയി, അങ്ങനെ ഓരോ പണിക്ക് പോയി കേട്ടാ. പക്ഷെ എല്ലാരും കാണുമ്പോൾ കേൾക്കും, നിനക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ? നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നില്ലേ, ചക്ക വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും. അതേപോലെ തന്നെ വേണമെന്ന് വെച്ചാൽ ഏത് ജോലിക്കായിരുന്നാലും ഏത് മനുഷ്യനും പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഞാൻ 10ാം ക്ലാസ് മുതൽ പിന്നെ പണം ഭയങ്കര ഉള്ളവരൊന്നും ചിലപ്പോൾ ജോലിക്ക് പോകില്ല. അങ്ങനെയുണ്ട് ചില പയ്യന്മാരെ കണ്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കൊന്നും പോവാതെ എനിക്ക് പൈസ കിട്ടണം, അങ്ങനെയൊക്കെ ചില ജോലി കള്ളന്മാർ, അതായത് മടിയന്മാർ കുറെ പേര് കാണും. എന്നാൽ എനിക്ക് അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമില്ല. കാരണം നമുക്ക് നമ്മളെ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടില്ലേ, നിന്റെ അധ്വാന ഫലം നീ തന്നെ തിന്നും. അപ്പം നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് തിന്നാൻ കിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരാൾ അധ്വാനിച്ച് കൊണ്ടുതരും അത് തിന്നാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെ ഞാൻ കൊച്ചിലെ മുതൽ പിന്നെ നമ്മുടെ വീട്ടിലെ സാഹചര്യം അത് അങ്ങനെയൊക്കെ വന്ന സമയത്ത്, അതുപോലെ തന്നെ അതിനപ്പുറമായിട്ട് എനിക്കും എന്റേതായ ആവശ്യത്തിന് ജോലിക്ക് പോയിട്ട് പൈസ കണ്ടെത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതായത് ഇപ്പം വണ്ടിയുണ്ട്, പെട്രോൾ അടിക്കണം, 100 രൂപ നമ്മൾ വേറെ ആരെയൊന്നും വാങ്ങിക്കാതെ ആ 100 രൂപ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്കെടുത്ത് അടിച്ചുകൂടെ? അതായത് ഞാൻ ഇങ്ങനെ ഓരോ ജോലിക്ക് ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞു, എടാ 100 രൂപയല്ലേ അവിടെ നിന്ന് കിട്ടുന്നുള്ളൂ, പിന്നെ എന്തിനാ നീ ജോലിക്ക് പോകുന്നത്? ആ സമയം നീ വേറെ വല്ലതും ചെയ്, അല്ലെങ്കിൽ വേറെ ചുമ്മാ പോയിരി. ഞാൻ ചുമ്മാ ആയിരുന്നു, എനിക്ക് 100 രൂപ അവരായിരിക്കും തരുമോ? 100 രൂപ ആരും തരൂല. ഈ പറയണവരൊന്നും പിന്നെ കാണേയില്ല. ഞാൻ വീഡിയോ കാണുന്നവർ അവർക്കും കൂടെ വേണ്ടിയാണ് കേട്ടോ പറയാം. നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ ഇപ്പൊ ജോലിക്ക് ഇറങ്ങുമ്പോൾ പലരും പറയും, എടാ ജോലി ചെയ്താൽ വീട്ടിൽ ഇരിടാന്നൊക്കെ പറയും. പക്ഷെ വീട്ടിൽ ഇരുന്നാലും ജോലി ചെയ്താൽ മാത്രമേ പൈസ കിട്ടുള്ളൂ, അല്ലാതെ പറയണവരൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും കൊണ്ടുതരൂല. അപ്പം അങ്ങനെയൊക്കെ ഇരുന്നു ഞാൻ കുറെ ദിവസം ഇങ്ങനത്തെ ജോലിക്കൊക്കെ പോയി. അതിനുശേഷം ഞാൻ സ്വിഗ്ഗി, സൊമാറ്റോ, അതുപോലെ തന്നെ ഡെലിവറി ജോബിന് പോയി. ഡെലിവറി ജോബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ട് പോലത്തെ കൊറിയർ സർവീസ്. അവിടെ 2 ദിവസം ജോലിക്ക് പോയിട്ട് അവന്മാർ പൈസ തന്നില്ല. അതായത് ഞാൻ 2 ദിവസം കഴിഞ്ഞ് നിർത്തിയെന്നും പറഞ്ഞുകൊണ്ട്, അതിന് മുമ്പേ തന്നെ ഞാൻ ഇപ്പോൾ പോകുന്ന പുതിയ ജോലിയുടെ വേക്കൻസി എനിക്ക് വന്നതായിരുന്നു. അപ്പൊ ആ സമയത്ത് പോകാൻ പറ്റാത്ത കാരണം ഞാൻ നേരെ ഫ്ലിപ്കാർട്ട് പോലത്തെ ഒരു ഡെലിവറി ജോബിൽ കയറി. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ്, എനിക്ക് ഇപ്പം ഈ വേക്കൻസി വന്നു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാണ്ടത്. അപ്പൊ അവര് പറഞ്ഞത് 2 ദിവസം വർക്ക് ചെയ്തിരുന്നാലും പൈസ തരാന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ അവര് പൈസ ഒന്നും തന്നില്ല, എന്നെ തേച്ചൊട്ടിച്ചു വിട്ടു. എന്നാൽ എനിക്ക് വിഷയമില്ല, പോയ ജോലി എനിക്ക് തിരിച്ചു വന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പുതിയ ജോലി കിട്ടിയെന്ന്, അത് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ കമ്പനിയാണ്. അതായത് ഹോമിയോ, ആയുർവേദം, അപ്പൊ അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ ഉള്ള ഒരു ഓഫീസാണ്. വലിയൊരു ഗോഡൌൺ, വലിയൊരു ഓഫീസാണ്, വീട്ടിൽ തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് അവര് കുറെ അവര് മരുന്നുകൾ മേടിക്കുന്ന കുറെ ടീംസ് കാണുമല്ലോ. അതായത് ആയുർവേദത്തിന്റെ തന്നെ, ഹോമിയോയുടെ തന്നെ കുറെ ആളുകൾ കാണും. ഇപ്പൊ ഇവരിൽ നിന്നാണ് അവര് മെഡിസിൻ എടുക്കുന്നത്. അപ്പം അവര് അവിടെ നിന്ന് എന്തൊക്കെ മെഡിസിൻ വേണമെന്ന് ഇവരുടെ അടുത്ത് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവരാണെങ്കിൽ ഇവിടുത്തെ ഞാൻ പോകുന്ന ഓഫീസിൽ അവർ ബില്ലടിച്ച് നമ്മളെ തരും. നമ്മൾ ആ സാധനങ്ങൾ എടുത്ത് നോക്കി പാക്ക് ചെയ്യുക. അതേപോലെ തന്നെ പിന്നെ അവർ ബില്ല് ഒരു കാർഡും കാണും. ആ കാർഡും കൂടെ എടുത്തുകൊണ്ട് നേരെ അവരെ എവിടെയാണോ ലൊക്കേഷൻ അവിടെ കൊണ്ട് കൊടുക്കണം. അവിടെ കൊണ്ട് കൊടുത്തിട്ട് അവരെ ഒരു സൈനും മേടിക്കണം, തിരിച്ചു വരണം. അതിപ്പം ഞാൻ ഇന്ന് ജോലിക്ക് പോയിട്ട് വന്നിട്ട് ആ വീഡിയോ എടുക്കുന്നത്, സമയമില്ല അല്ലാതെ വീഡിയോ എടുക്കാൻ. അപ്പൊ ഇന്ന് പോയത് നമ്മുടെ ബാലരാമപുരം പോയി, അതുപോലെ തന്നെ പാകശാല പോയി രാവിലെ. അത് കുറച്ച് ഇപ്പോഴായിട്ട് കരമന പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ പോയിട്ട് വന്നതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ലേറ്റ് ആകുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ പോകണം. സാധനം അതായത് മെഡിസിൻസും ഉണ്ട്, ചിലപ്പോൾ മെഡിസിൻ കൊണ്ടു കൊടുക്കാൻ പോകണം, ചിലപ്പോൾ അവിടെ നിന്ന് മെഡിസിൻ മേടിക്കാൻ പോകണം. അപ്പൊ അങ്ങനെയൊക്കെ പോകണം. അപ്പൊ അതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഈ ജോലിക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്
അതുപോലെ തന്നെ ഞാൻ ആദ്യം ഷിഫ്റ്റ് പറഞ്ഞുതരാം സമയം. ഈ ജോലിയുടെ സമയം വന്നിട്ട് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 6 മണി. ഇപ്പം 6 മണിക്കാണ് ഇതാ വീഡിയോ എടുക്കുന്നത്. കണ്ടോ, സൂചി കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. കറക്റ്റ് 6 മണിക്കാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. 6 മണി കഴിഞ്ഞ് 6:02 ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അതായത് സമയമില്ല. അപ്പം അതാണ് സമയം എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് വണ്ടി അവർ തരും. കാറുണ്ട്, ഓട്ടോയുണ്ട്, ബൈക്കുണ്ട്, സ്കൂട്ടി ഉണ്ട്. അപ്പൊ ഞാന് കാറിന്റെ ലൈസൻസ് എടുത്തിട്ട് വീട്ടിൽ വെച്ചിരിക്കുക. പിന്നെ പഠിക്കാനൊന്നും പോയില്ല, ഓട്ടിച്ച് നോക്കാനും പോയില്ല. അപ്പൊ ബൈക്കും ആക്റ്റീവ ഉണ്ട്. അപ്പൊ ഞാൻ ബൈക്കിലോ ആക്റ്റീവയിലോ അങ്ങനെ പോയിട്ട് മെഡിസിൻ കൊണ്ട് കൊടുക്കും. അതേപോലെ ഫുഡ് എന്നാണ് വായിൽ പറഞ്ഞത്, സ്വിഗ്ഗി സൊമാറ്റോ ഓടിയത് കാരണം മെഡിസിൻ കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ മെഡിസിൻ എടുക്കാനുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് വരും. അപ്പൊ അങ്ങനെയാ വണ്ടിയിൽ പോകുന്നത്. അവരെ വണ്ടി അവര് പെട്രോൾ അടിക്കും. അത് നമ്മൾ ചിലവ് നോക്കേണ്ട കാര്യമില്ല. പിന്നെ വന്നിട്ട് ഇപ്പൊ ലോങ് ആണ് പോകുന്നതെങ്കിൽ ഇപ്പൊ നെയ്യാറ്റിൻകര ചിലവ് വർക്കലയൊക്കെ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ വർക്കല പോകുന്ന സമയത്ത് 100 രൂപ എക്സ്ട്രാ അവര് ഫുഡിന് നമുക്ക് തരും. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ലോങ് കാണും. ആ ലോങ് പോകുന്ന ദിവസം ഫുഡിന് 100 രൂപ എക്സ്ട്രാ അവർ തരും. അപ്പൊ ഇതാണ് നമ്മുടെ 2 ചെലവെന്ന് പറയുന്നത്. അതെല്ലാം അവർ തന്നെ നോക്കുന്നത്. നമുക്ക് വേറെ ചെലവില്ല. രാവിലെ പോവുക, നമുക്ക് വീട്ടിൽ നിന്ന് അവിടെ പോകുന്ന വണ്ടിയിലെ പെട്രോളിന് ചെലവ് മാത്രമേ ആവുന്നുള്ളൂ നോക്കി കഴിഞ്ഞാൽ. ഉച്ചയ്ക്കുള്ള ഫുഡും കൂടെ കൊണ്ടുപോകുന്നത് കാരണം വിഷയമല്ല. ലോങ് പോണ ദിവസം മാത്രം ഫുഡ് കൊണ്ട് പോകണ്ട. അപ്പം അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. ബാക്കി നമുക്ക് ചെലവില്ല. പിന്നെ നമുക്ക് ഇതിന്റെ സാലറി വന്നിട്ട് മന്ത്ലി അവർ പറഞ്ഞത് 14 പറഞ്ഞത്. 14 എന്ന് പറഞ്ഞതും കറക്റ്റ് നമ്മൾ പോകുന്ന ദിവസം എല്ലാം നമുക്ക് കറക്റ്റ് ആ മാസം പൈസ കിട്ടും. 14 അവർ പറഞ്ഞത്. പിന്നെ ഓരോ വർഷം കഴിയുന്നതോറും 1000 രൂപ വെച്ച് കൂട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതാണ് ആ ജോലിയുടെ കറക്റ്റ് എല്ലാ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പൊ വേറെ ഒന്നും പറയാനില്ല, നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എന്റെ കൈവേദന എടുക്കുന്നു, വേറെ ഒന്നുമല്ല. പഴയ ട്രൈപോഡാണ് വീഡിയോ എടുക്കുന്നത്. മൊബൈലിൽ പൗച്ച് മാറ്റിയപ്പോൾ എന്റെ പുതിയ ട്രൈപോഡിൽ കയറുന്നില്ല. അതുപോലെ തന്നെ പൗച്ച് മാറ്റി കഴിഞ്ഞാൽ ഫോൺ സ്ക്രാച്ച് ആവും. അതുകൊണ്ട് ഇനി വേറെ ഏതെങ്കിലും പൗച്ചും കൂടെ മേടിക്കണം. അപ്പൊ പഴയ ട്രൈപോഡിലായതുകൊണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ചരിഞ്ഞ്, നമ്മുടെ വാട്ടർ ടാങ്കിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടോ, ഈ വാട്ടർ ടാങ്കിൽ ഇങ്ങനെ ചരിഞ്ഞാണ് നിൽക്കുന്നത് വീഡിയോ എടുക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ തളർന്നു. കാരണം ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറെ ദിവസമായി. അങ്ങനെ തൊണ്ട എന്ന് തുറന്നു വരണില്ല. ആണ് നിങ്ങൾ സൗണ്ട് കേൾക്കാൻ പറയായിരിക്കും. അപ്പോൾ വേറെ ഒന്നും പറയുന്നില്ല. ലൈക്ക് അടിക്കാനോ കമന്റ് അടിക്കാനോ സബ് അടിക്കാനോ പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം പോലെ കമന്റ് ഇടുക. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഞാൻ അതൊന്നും ഒരു വീഡിയോയിൽ പറയില്ല. ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും പറയില്ല. എന്ന് മറന്നു പോവാതെ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്ക് എല്ലാവർക്കും തരാം.